ഹലോ വെൽക്കം ബാക്ക് ടു ഇറ്റ് അനദർ എപ്പിസോഡ് ഓഫ് സംസിലി ഷെയറിങ്. ഇത് ഡേ 2 ആണ്. ഞങ്ങൾ നേരത്തെ ഒരു 7:30 ഒക്കെ ആയപ്പോഴത്തേക്ക് തന്നെ എഴുന്നേറ്റു. രാവിലെ ഇവിടെ വന്നിട്ട് ഇവിടെ സറൗണ്ട് ചെയ്തിരിക്കുന്ന മൗണ്ടൻസിൻ്റെ ഒക്കെ ടിപ്പ് കാണാൻ പറ്റുമോ, ആ കോടയും മഞ്ഞും ക്ലൗഡ്സ് ഒക്കെ മൂടിയിട്ട് ഇരിക്കുന്ന അത് മാറി ടിപ്പ് കാണാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ എണീറ്റ്. നമ്മൾ ക്യാബിൽ നിന്ന് പുറത്ത് വന്നിട്ട് നോക്കുമ്പം മൗണ്ട് കിനാബലുവിൻ്റെ ബ്രെഡ് ടേക്കിംഗ് വ്യൂ with some kodas and all, some sunlight and all. So beautiful. There you have the view of Mount Kinabalu. A cozy, simple, small cabin. പിന്നെ ഇങ്ങനെ ബാക്കിലാണ് അതിൻ്റെ ഡോസ് വരുന്നത്. ഇവിടെ 2 ഉണ്ട്, ഇവിടെ അഗൈൻ ഒരു 5 ഉണ്ട്. ആൻഡ് ഈ ഡോസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോലെയാണ് വരുന്നത്. നേരത്തെ എണീറ്റതുകൊണ്ടും നമുക്കിന്ന് വേറെ പ്ലാൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ വേഗം തന്നെ നമ്മൾ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. തരക്കേടില്ലാത്ത പോലത്തെ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ മലേഷ്യൻ മിക്സ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആയിരുന്നു. ഇപ്പോൾ മൗണ്ട് കിനാബലിൻ്റെ മുകളിലൊക്കെ ക്ലൗഡ്സോ കോടയോ എന്തോ ഇങ്ങനെ ഫുൾ വൈറ്റ് ഇറങ്ങിയിട്ടിരിക്കുക. സോ യു ക്യാൻ ആക്ച്വലി സീ ദ ടിപ്പ് ഓഫ് ഇറ്റ് ലൈക്ക് ഹൗ വി സോ ഇൻ ദ മോർണിംഗ്. ഇങ്ങോട്ട് വരുമ്പോൾ നല്ല മഴയും ഓൾമോസ്റ്റ് ഇങ്ങനെ ഇരുട്ടി തുടങ്ങിയതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു വ്യൂസും കണ്ടില്ലായിരുന്നു. തിരിച്ചു പോകുമ്പോഴാണ് ആക്ച്വലി ഇത്രയും ഗ്രീനറിയും നല്ല ഒരു മൗണ്ടൻ വാലീസൊക്കെ പോലെയുള്ള അടിപൊളി ഒരു സ്വിസ് ബ്യൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അടിപൊളിയായിട്ടുള്ള വ്യൂസ് കണ്ടത്. ഭയങ്കര രസമുള്ള സ്ഥലമൊക്കെ കാണുമ്പോൾ ഞങ്ങളൊന്ന് പോസ് ചെയ്ത് ആ ഒരു ബ്യൂട്ടിയൊക്കെ ഒന്ന് ആസ്വദിക്കും. നമ്മളിപ്പോൾ പോകുന്നത് ദേശ ഡയറി ഫാമിലേക്കാണ്. ഒരു വലിയ ഡയറി ഫാം. സോ ഒബ്വിയസ്ലി കുറേ പശുക്കളൊക്കെ ഉണ്ടാവുന്ന കുറേ ടൂറിസ്റ്റ് ഒക്കെ വരാറുണ്ട് ഇങ്ങോട്ടേക്ക്. നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. കുറേ ഇങ്ങനെ നല്ല സീനിക് ആയിട്ടുള്ള മൗണ്ടൻ വ്യൂസും അങ്ങനെ നല്ല വാസ്റ്റ് ആയിട്ടുള്ള ഗ്രീൻ ലാൻഡ് പോലെയുള്ള ഇങ്ങനെ ഗ്രേസ് ചെയ്ത് നടക്കുന്ന കുറേ വലിയ സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഓരോന്നിനും ഓരോ സമയമുണ്ട്. ലൈക്ക് മിൽക്കിങ്ങിനും വേറെ മിൽക്ക് പ്രോസസ്സിങ് ഒക്കെ കാണാൻ വേണ്ടി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടൈം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഇതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി ടിക്കറ്റ് ഉണ്ട്. സം 5 ringgits ആണ് പെർ പേഴ്സൺ ഇവർ ചാർജ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല, അതാണെന്ന് തോന്നുന്നു. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഓരോ മിൽക്കിങ് കാണാനും അല്ലെങ്കിൽ മിൽക്ക് പ്രോസസ്സിങ് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഓരോ ടൈം സ്കെഡ്യൂൾ ഇവർ ഗൂഗിളിൽ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോസസ്സിങ് ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ഞങ്ങൾക്ക് ആ ഒരു സ്കെഡ്യൂളിനനുസരിച്ച് വരാൻ പറ്റിയില്ല. ഞങ്ങളുടെ ഒരു സമയത്തിന് വരുമ്പോൾ തന്നെ ഒരു 11 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. വേറൊരു കാര്യം, ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവരുടെ കുറേ ഡയറി പ്രോഡക്ട്സ് ഉണ്ട്. അതിലെന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമ്മളിവിടെ വന്ന സമയത്ത് നല്ല ഫേവറിങ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. നല്ല ഫോഗി സറൗണ്ടിങ്സും നല്ല ഗ്രീനറിയും മിസ്റ്റി അല്ലെങ്കിൽ ഡ്യൂയി എന്നൊക്കെ പറയില്ലേ. ദോ ഇറ്റ്സ് സമ്മർ, ഈ ട്രീസ് ഒന്നും ഒട്ടും ഡ്രൈ അല്ല. ഇറ്റ് വാസ് സോ ഗ്രീൻ, സോ ഫുൾ ഓഫ് ഗ്രീൻ ആൻഡ് ദ സീൻ വാസ് സോ മെസ്മറൈസിങ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ദേശ ജലാറ്റോ, ദേശ ഡയറി പ്രൊഡക്ട്സ്, യോഗേർട്സ്, മിൽക്ക് ഇൻ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ്, ഐസ്ക്രീംസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, പിന്നെ സോവനിയർ ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് ഒരു പ്രോസസ്സിങ്ങും നടക്കുന്നുണ്ടായില്ല. സോ ഈ മിൽക്ക് പ്രോസസ്സിങ് യൂണിറ്റൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷെ നമുക്ക് പുറത്തുനിന്ന് അവരുടെ വലിയ വലിയ മെഷീനറീസ് ഒക്കെ കാണാമായിരുന്നു.
പൂജ വീണ്ടും വീണ്ടും എന്തൊക്കെയോ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ ഓരോ കോർണേഴ്സിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ മിൽക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന വലിയ വലിയ മെഷീനറീസും ഈ പാല് കറക്കുന്ന അങ്ങനത്തെ മെഷീൻസും സംഭവങ്ങളൊക്കെ കാണായിരുന്നു. ഒരു ഭാഗത്ത് പോയപ്പം ഫുൾ കാഫ്സ്, പശുക്കുട്ടികളെ കാണായിരുന്നു. അവരെ നമുക്ക് ഫീഡ് ചെയ്യാം, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒരു ഭാഗത്ത് പോയപ്പോൾ ഇങ്ങനെ ട്രാക്ടറൊക്കെ വെച്ച് ഒരു ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. ചുറ്റോട് ഇങ്ങനെ നല്ല വാസ്റ്റായിട്ടുള്ള ഗ്രേസിങ് ലാൻഡ്സും മൗണ്ടൻ വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ പശുത്തൊഴുത്തിലേക്കാണ്. ഇങ്ങനെ വലിയ വലിയ പശുക്കൾ നിരനിരയായിട്ട് നിൽക്കുന്നതും ഇരിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഹോൾസ്റ്റെയിൻ ഫ്രീഷ്യനിൽ പെടുന്ന കാറ്റൽ ബ്രീഡാണ്. കാറ്റൽസിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സാണ് ഹോൾസ്റ്റെയിൻ ഫ്രീഷ്യൻ എന്ന് പറയുന്ന ബ്രീഡ് എന്ന് പറയുന്നത്. ഇവർ ഇയർലി 90,000 liters ഓഫ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സാണ്. മിൽക്ക് ഇങ്ങനെ ഈ ലോക്കലി ഇവർ ഉണ്ടാക്കിയിട്ട് ഹയസ്റ്റ് പ്രൊഡക്റ്റ് ക്വാളിറ്റിയിൽ കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ടൂറും കൂടിയാണ് ഈ ഒരു ഡയറി ഫാം വിസിറ്റ് ചെയ്യുക എന്ന് പറയുന്നതിന്. സാബയിലുള്ള ലിറ്റിൽ ന്യൂസിലൻഡ് എന്നാണ് ഈ ഒരു ഡയറി ഫാമിനും അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശത്തെയൊക്കെ അറിയപ്പെടുന്നത്. ബിക്കോസ് അതിൻ്റെ ഒരു ഫോഗി സറൗണ്ടിങ്സും പൈൻ ട്രീസും ഹയർ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ഇറ്റ് വിൽ ഗിവ് യു എ ഫീലിംഗ് ഓഫ് ന്യൂസിലൻഡിലെ. പുറത്ത് കാണാനുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ബിൽഡിങ്ങിൻ്റെ അകത്ത് വന്നിട്ട് ഇവിടുത്തെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡയറി പ്രോഡക്ട്സ് വാങ്ങി. ബനാന ചോക്ലേറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ള മിൽക്ക്, പ്യുവർ മിൽക്ക്, പിന്നെ ജെലാറ്റോസ്, ഐസ്ക്രീംസ്, യോഗേർട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. നല്ല ഇഷ്ടമായതുകൊണ്ട് നമുക്ക് നല്ല ദാഹവും നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കുറേയൊക്കെ അവിടെ നിന്ന് കഴിച്ചു. മിൽക്ക് എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ദേശാ മിൽക്ക്. അമ്മിണി പശുവിൻ്റെ പാല്. വന്നിട്ടുള്ളത് സ്ട്രോബെറി മേടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു റാപ്റ്ററിൽ സ്ട്രോബെറി സെൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കെയിം ടു ബൈ സം സ്ട്രോബെറീസ്. ഇത് മതിയോ? ഫാമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലഞ്ച് ടൈം, ദ ടൈം വി ആക്ച്വലി സ്കെഡ്യൂൾഡ് ഫോർ അവർ റിട്ടേൺ. പക്ഷേ നമുക്കിവിടെ ഒരു കുന്തസാങ് വാർ മെമ്മോറിയൽ എന്ന് പറഞ്ഞൊരു സ്ഥലം കൂടെ കവർ ചെയ്യാണ്ടായിരുന്നു. അകത്തെ കയറി വിശാലമായിട്ട് കാണാനുള്ള സമയവും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷൻ ജസ്റ്റ് ഒന്ന് പുറത്തുനിന്നൊക്കെ കണ്ട് 2-3 പിക്ചേഴ്സൊക്കെ ക്ലിക്ക് ചെയ്ത് തിരിച്ചിങ്ങോട്ടേക്ക് കിനാബിലേക്ക് തിരിച്ചു. 2.5 hours ജേർണി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ ഓൾമോസ്റ്റ് ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് എത്തിയത്. ഹോട്ടൽ ലൂമിയാണ് മാരിറ്റിൻ്റെ. ആൻഡ് നല്ല ആംബിയൻസ് ഒക്കെ ആയിരുന്നു. കയറുമ്പോൾ തന്നെ നല്ല കോസി ഗ്രീൻ ആയിട്ടുള്ള അടിപൊളി ആംബിയൻസ് ഒക്കെ ആയിരുന്നു. നമ്മൾ നല്ല ടയേർഡായിരുന്നു. നമുക്കിനി അടുത്ത സ്കെഡ്യൂൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാഗേജൊക്കെ എടുത്ത് റൂമിൽ പോയി ഡ്രോപ്പ് ചെയ്തിട്ട് പറ്റുവാണെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇവിടെ അടുത്തുള്ളൊരു മോളുണ്ട്, ഇമാജോ. നമ്മൾ ഓൾറെഡി ബീൻ ടു ഇമാജോ മോൾ. ഇമാജോ ആണോ ഐമാഗോ ആണോ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാമെന്നറിയില്ല, പക്ഷെ ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കുന്നത് കേട്ടോ. ഇവിടെ അടുത്തുള്ളതും ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ളതും നല്ലൊരു വലിയ മോളാണ്. അങ്ങോട്ട് പോകണം എന്നാണ് വിചാരിച്ചത്. ഇവിടെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. സം ഗ്ലിച്ച്, ഐ എം നോട്ട് വെരി ഷുവർ ഓഫ് വാട്ട് റിയലി ഹാപ്പൻഡ്. അതുവരേക്കും നമ്മൾ കുറച്ച് ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ഇവിടെ ഇരുന്നു. I really wanted to show this green living space ambience they have created in the hotel, and then we came to our room. Yay, this is our room, guys.
എങ്ങനെയും ആളുടെ ഉള്ളിൽ എത്തിയാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്.